ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ജനുവരി 8 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നോക്കാം. അതിനു മുന്നോടിയായി ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളും ഒന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. എന്തായാലും ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. പതിവ് പോലെ തന്നെ സ്റ്റഡി കളക്ഷനുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 15-ാം ദിനമാണ് സിനിമ ഇന്നലെ പൂർത്തീകരിച്ചത്. അങ്ങനെ 15-ാം ദിനം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ ഇന്ന് മോർണിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏകദേശം 15,000 രൂപയോളം കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മോർണിംഗ് 8 മണി സമയമാണെന്ന് ആലോചിക്കുക. ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസിലൂടെ വന്നിരിക്കുന്നതാണ്. ഇന്നലെ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 4,02,000 രൂപയോളമായിരുന്നു. 155ഓളം ഷോകളായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. ഏകദേശം 2,500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 1,25,00,000 രൂപ കടക്കാൻ കഴിഞ്ഞു. ജനനായകൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുന്നു. ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. വലിയ രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളുമൊക്കെ നേടിക്കൊണ്ട് വന്നിരുന്ന അല്ലെങ്കിൽ പ്രീസെയിലൂടെ നേടിയ ചിത്രത്തിന് പൂട്ട് വീഴുകയാണ് ഉണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, പൊങ്കലിന് സിനിമ റിലീസ് ഉണ്ടാവുകയില്ല. എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി സെൻസറിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ സിനിമയെ അതിനകത്തിൽ സെൻസറിങ്ങിനകത്തിൽ റിവ്യൂവിന് വിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു പുതിയ അനുഭവമാകുന്നു ഓരോ പ്രേക്ഷകനും. സെൻസറിങ് കഴിഞ്ഞ സിനിമയെ തിരികെ വിളിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം എന്തായാലും കാത്തിരിക്കാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. നിവിൻ പോളി കസറുകയാണ് ബോക്സ് ഓഫീസിൽ. തിരിച്ചുവരവ് 7 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് അതിഗംഭീരം എന്നല്ല അതിഭീകരവും കൊടൂരവുമാക്കുന്ന കാര്യമാണ്. അടുത്ത സിനിമ പനോരമയുമായിട്ടാണ് 100 കോടി ബഡ്ജറ്റിൽ വരുന്ന ചിത്രം എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,36,00,000 രൂപയോളം, അതായത് 1,60,00,000 രൂപയോളമാണ്. അതായത് 14-ാം ദിനത്തിലെ സിനിമയുടെ കളക്ഷനായി വന്നത്. 80,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,174 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി കടന്നിരുന്നു. ഇത് 60 കോടിയിലേക്ക് സിനിമ നീങ്ങുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 130 കോടിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം, ഒരു സിമ്പിൾ സബ്ജക്റ്റ്, സിമ്പിൾ സിനിമ. എടുത്തു പറയാൻ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ആ ഇരുന്ന് കാണുന്ന ഫുൾ ടൈമും നമ്മളെ എൻഗേജ് ചെയ്യിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒരു തരി പോലും ബോർ ചെയ്യാതെ, പ്രത്യേകിച്ച് നായികയായി വന്ന ആ കുട്ടി അതിഗംഭീരമായിട്ട്, അതായത് ഒരു പക്ഷേ ഈ ഒരു സിനിമയുടെ 99% ആ പെൺകുട്ടിക്ക് അവകാശപ്പെടും. കാരണം ഇന്നും നമ്മൾ രണ്ടാമതോ മൂന്നാമതോ സിനിമ കാണണം എന്നത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. എന്തായാലും നിവിൻ പോളിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവും അഖിൽ സത്യൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു വരവും എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സിനിമ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സിനിമയ്ക്ക് 266 ഷോകളാണ് പ്രീസെയിലൂടെ കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ 3,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കാണുന്നു. 5,91,000 രൂപയോളം സിനിമയ്ക്ക് കളക്ഷനും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെ ഒരു മികച്ച സൂചന തന്നെയാണ്. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ് 1,60,00,000 അല്ലെങ്കിൽ 50,00,000 രൂപയ്ക്ക് മുകളിലായിട്ട്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു സിനിമയുടെ പോക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ 20,000-ന് മുകളിലുള്ള ഷോകളാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഏകദേശം 31,74,000-ഓളം ആളുകൾ ഈ സിനിമയ്ക്ക് കയറി എന്നുള്ളതാണ് ട്രാക്കിസ് പുറത്തുവിടുന്ന കണക്കുകൾ. ഓവറോൾ ഒക്യുപ്പൻസി ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഏകദേശം 58.79%. ഇനി വൃഷഭയുടെ കണക്കുകളിലേക്ക് പോകാം. ഒരുപക്ഷെ വൃഷഭയുടെ കണക്കുകൾ കാണിക്കാൻ തന്നെ ഒന്നുമില്ല എന്ന് പറയാം. ആകെ ഒരു ഷോയാണ് ഇന്ന് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2 ഷോ ഉണ്ടായിരുന്നു. 10-9 ടിക്കറ്റുകളൊക്കെയാണ് പോയിരുന്നത്. ഇന്ന് ഇതുവരെ തന്നെ ഒരു ടിക്കറ്റിൻ്റെയും കാര്യങ്ങൾ വന്നില്ലെങ്കിലും സിനിമ ഇപ്പോഴും 15-ാം ദിനത്തിലും ഓടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി കടന്ന ചിത്രം ഇന്നലെ നേടിയത് ഏകദേശം 1,720, അതായത് 3,000 രൂപയ്ക്ക് മുകളിലാണ് ആകെയുള്ള കളക്ഷനായി സിനിമയ്ക്ക് വന്നിരുന്നത്. ഇന്ന് സിനിമയ്ക്ക് എത്ര കിട്ടുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സിനിമ ബോക്സ് ഓഫീസിലുള്ളത് തന്നെ വലിയ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയും 22 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്കും ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ 187 ഷോകളിൽ നിന്ന് 1,718ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 2,74,000 രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 5 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ കിട്ടിയെന്നുള്ളതാണ്. ഇന്ന് മോർണിംഗിൽ 8 മണിക്ക് നമുക്ക് കാണാൻ കഴിയുന്നു 6ഓളം ഷോകളിൽ നിന്ന് 122 ടിക്കറ്റുകൾ പ്രീസെയിലൂടെ വിറ്റുപോയപ്പോൾ 24,000 രൂപയോളമാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷനായി വന്നത്. എന്താണ്, പ്രതീക്ഷയ്ക്ക് വിപരീതമായി സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏറെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സിനിമ ജനുവരി 1-ന് 50 കോടി ക്ലബ്ബിൽ കയറും, അന്ന് അതിൻ്റെ
ഒഫീഷ്യൽ പോസ്റ്റർ കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി സിനിമ 50 കോടി ക്ലബ്ബിലേക്ക് കയറണമെങ്കിൽ ഒരു പക്ഷേ ഒരാഴ്ച കൂടി ഓടിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ തന്നെ എത്തുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ എത്താം എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഫൈനൽ റണ്ണിലൂടെ പോകുമ്പോൾ OTT എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഏറെയും പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 88ഓളം ഷോകളുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 100 ഷോകൾക്ക് മുകളിലാണെങ്കിൽ ഒരു ചെറിയ ഇടിവ് ഇവിടെയും കാണാൻ കഴിയുന്നു. ഇവിടെയും ഏകദേശം 1100 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നലെ വിറ്റുപോയത്. 1,84,000 രൂപ, അതായത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സിനിമയ്ക്ക് കളക്ഷൻ വന്നു. ഏകദേശം 3-3.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെയും വന്നത്. സിനിമ ഇതിനോടകം തന്നെ 38.25 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 85 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 84 കോടിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞാണ്. ഇത്രയും ദിവസം ഓടുന്ന ചിത്രമാണ്. വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം. ഡി മീഡിയാസ്.